ഹലോ, ഇന്ന് മില്ലറ്റിൻ്റെ ഒരു റൈസ് റെസിപ്പിയും അതിൻ്റെ സൈഡ് ഡിഷുമാണ് ചെയ്യുന്നത്. 1 കപ്പ് മില്ലറ്റിൻ്റെ അളവാണ് ഇവിടെ പറയുന്നത്. 1 കപ്പ് മില്ലറ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 മുറി തേങ്ങ, ചെറിയൊരു തേങ്ങയുടെ 1 മുറി തേങ്ങയാണ് എടുക്കുന്നത്. പിന്നെ 3 കപ്പ് വെള്ളം, ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. മില്ലറ്റ് അപ്പോൾ നന്നായി കഴുകിയിട്ട് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങ ഒന്നുകിൽ ചിരകി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം 1 കപ്പിന് 3 കപ്പ് എന്നാണ് കണക്ക്. 3 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മില്ലറ്റ് റൈസ് ഇവിടെ റെഡിയാവും. ചിക്കനും മഷ്റൂമും ചേർത്തിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി മാരിനേറ്റ് ചെയ്ത ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി ഇത് മൂന്നും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മഷ്റൂമും ബാക്കി സാധനങ്ങളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി പാനിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം ചിക്കൻ പീസ് ഇടുക. ചിക്കൻ നല്ല ചെറുതായി നേരിയതായി മുറിച്ചിട്ടുള്ളതാണ്. ഇനി ഒരു 5 മിനിറ്റ് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 5 മിനിറ്റിന് ശേഷം തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ 10 മിനിറ്റ് ആയി. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മഷ്റൂം, ക്യാപ്സിക്കം, പച്ചമുളക്, വെളുത്തുള്ളി, സവോള ഇതൊക്കെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ. സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഹൈയിൽ തന്നെയാണുള്ളത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാവും. ഇനി ലെറ്റൂസും സാലഡ് കുക്കുംബറും കൂടി അരിഞ്ഞു വെക്കാം. ഇത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ട് സാലഡ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചെറുപയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് പുഴുങ്ങി വെച്ചിട്ടുള്ള ചെറുപയറാണ്. പുഴുങ്ങി വെച്ചതൊരു 2-3 ടേബിൾ സ്പൂൺ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ് റൈസ് കോംബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.